ഹായ് അസ്സലാമു അലൈക്കും. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് ഒരു സ്ഥലം വരെ പോയേക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല. കാലത്ത് തന്നെ പോയി മിണ്ടാടക്ക് കാലത്ത് തന്നെ പോണ്ടി വന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പുസ്തകങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ കുന്നംകുളത്ത് നമ്മള് പുസ്തകങ്ങളൊക്കെ തൂക്കി കൊടുക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ. അപ്പൊ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടിയിട്ട് അവിടെ പോയിട്ട് പുസ്തകങ്ങളൊക്കെ മേടിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രാവിലെ അങ്ങോട്ട് പോയേക്കായിരുന്നു. കുറച്ച് വരട്ട ബുക്കും കുറച്ച് വരടാത്ത ബുക്കും അവിടെ ആകുമ്പോൾ നല്ല ലാഭം കിട്ടും നമുക്ക്. ഇവിടെ ഒരു ക്ലാസിക്കിന്റെ ഒരു ബുക്കിന് ഇവിടെ 40 രൂപ 38 രൂപ ഒക്കെ ഉണ്ട് നമ്മുടെ ക്ലാസിക്കിന്റെ പുസ്തകത്തിന്. അവിടെ നമുക്ക് വരണത് എന്താ പറയാ തൂക്കിയിട്ടല്ല, അതിങ്ങനെ ഒരു സെറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. അതിന് ഒരു 10 എണ്ണത്തിന് എത്ര രൂപ, 260 രൂപ അങ്ങോട്ട് ആയിട്ടുണ്ടായിരുന്നുള്ളൂ തോന്നുന്നു എല്ലാം കൂടിയിട്ട്. അപ്പൊ നല്ല നല്ല വിലക്ക് നല്ല ലാഭം ഉണ്ട് അവിടെ. പക്ഷെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. പുസ്തകവും പേനയും ബാഗും കൊടയും എല്ലാം ഉണ്ട്. നമ്മൾ പുസ്തകം മാത്രമേ മേടിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. തൂക്കി വിൽക്കണ ഇതിന് കിലോക്ക് 80 രൂപ, 1 കിലോ ബുക്കിന് 80 രൂപ, അങ്ങനെ അത്ര ഉള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ഇവിടത്തേനേക്കാളും നല്ല ലാഭമുണ്ട്. ഇവിടെ ഒരു പുസ്തകത്തിന് 40 രൂപ കൊടുക്കണം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ലാഭമുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയി പുസ്തകങ്ങളൊക്കെ മേടിച്ച് പോന്നു. ഇനി ബാഗും കൊടയും വടിയൊക്കെ മേടിക്കാണ്ട്. അത് ഇനിയിപ്പോ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് മേടിക്കണം. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബാഗ് ഇവരുടെ ഇഷ്ടത്തിന് മേടിക്കണം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാൻ അവിടുന്ന് വാങ്ങിച്ചിട്ട് വന്നേനെ. ഇവർക്ക് വരണം പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇരിക്കണത്. കുഞ്ഞുവിന്റെ ഇഷ്ടത്തിന് മതി പറഞ്ഞു. അപ്പൊ ഇവർക്കും അത് ഇവർക്ക് ഇഷ്ടമുള്ള കളർ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ ഇനിയിപ്പോ അതായിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ എന്റെ ഇഷ്ടത്തിന് എടുത്ത് വന്നു കഴിഞ്ഞാൽ 1 വർഷം അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇനി പരാതി വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തില്ല, ഇവിടുന്ന് വാങ്ങി കൊടുക്കാൻ വിചാരിച്ചു. അപ്പൊ എന്തായാലും തിങ്കളാഴ്ച ആച്ചൂട്ടിനെ ചേർത്താൻ വേണ്ടിട്ട് പോകണം സെന്റ് ബേസ് സ്കൂളിലേക്ക്. അപ്പൊ എന്താ പറയാ, അപ്പൊ എനിക്കൊക്കെ മേടിച്ചു കൊടുക്കാലോ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടിരിക്കുന്നത്. കാരണം ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ നിറച്ച് ഈച്ചയാണ് കേട്ടോ. നമ്മുടെ ഉമ്മറത്ത് തിണ്ടുമ്മിലാണ് കുറെ ഈച്ച ഉണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിലുണ്ട്. അകത്തേക്കും അടുക്കളയിലേക്കും അങ്ങനെ ഇല്ല. ഉമ്മർത്താണ് കൂടുതൽ ഈച്ച. നിങ്ങളവിടെയൊക്കെ ഈച്ചശല്യം ഉണ്ട്? ഈച്ചശല്യം പോവാൻ പറ്റിയ വല്ല ഇതും റെമഡികൾ അറിയണ്ടെച്ചിങ്ങ ഒന്ന് കമന്റ് ചെയ്യട്ടോ. അത്രയ്ക്ക് ഈച്ചയാണ് ഇവിടെ, ഭയങ്കര ഈച്ചശല്യം. കൊറേ ഞാൻ നോക്കി, വിനാഗിരിയും എന്താ പറയാ മണ്ണെണ്ണ വിനാഗിരി ഇട്ടിട്ട് സോപ്പും വെള്ളമൊക്കെ ഇട്ടിട്ട് അതൊക്കെ തുടച്ചു നോക്കി. പിന്നെ മണ്ണെണ്ണ വെച്ചിട്ട് തേച്ചിട്ട് തുടച്ചു നോക്കി. എന്ത് തുടച്ചിട്ടും കാര്യമില്ല. ഇത്തിരി നേരത്തേക്ക് പോവും, പിന്നെയും വരും കേട്ടോ. അങ്ങനെയാണ്. അപ്പൊ ഈച്ചശല്യം കളയാൻ പറ്റിയ വല്ല റെമഡികളും അറിയുന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിച്ചോളൂ കേട്ടോ. അപ്പൊ ഒന്ന് ചെയ്ത് നോക്കാലോ, പരീക്ഷിച്ച് നോക്കാലോ. അത്രയും ഈച്ച ഉണ്ട്. ഈച്ച വരുമ്പോ നമുക്ക് ദേഷ്യം വരും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ കുഞ്ഞു കുറച്ച് ഹാപ്പിയാണ്. അല്ല കുഞ്ഞു വാ, കുറച്ച് ഹാപ്പിയാണ്, കുറച്ച് ഹാപ്പി അല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബാഗ് മേടിച്ചിട്ടില്ല. അവന് എല്ലാം ഒപ്പം കിട്ടണം. നമ്മുടെ ഇന്ന് പോവും. എന്താ പറയാ, ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും അറിയണ്ട. അപ്പോഴേക്കും എല്ലാം കിട്ടണം. അപ്പൊ എന്തായാലും തിങ്കളാഴ്ച എന്തായാലും പോണം. അപ്പൊ പിന്നെ എല്ലാം കൂടിയിട്ട് വാങ്ങിക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇന്ന് മഴയ്ക്കൊക്കെ ഒരു ഒതുക്കുണ്ട് കേട്ടോ. ഇന്ന് എന്താ പറയാ, നിങ്ങൾക്കൊക്കെ അവിടെ എങ്ങനെയാന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തിട്ട്. നമുക്ക് ഇവിടെ നല്ല ഇന്നൊരു ചെറുതായിട്ടൊരു വെയിലും ഇതൊക്കെ ഉണ്ടെന്ന്. വലിയ മഴയൊന്നുമില്ല. ഇന്ന് രാവിലെ മുതലേ അങ്ങനെ തന്നെയായിരുന്നു മഴ. ഇതുവരെ മഴ പെയ്തിട്ടില്ല. അത് കാരണമാണ് ഇന്ന് അങ്ങടൊക്കെ പോയ കാരണമാണ് കേട്ടോ ഇന്ന് നമുക്ക് ഇത്രയും സമയമായത് വീഡിയോ ചെയ്യാൻ വേണ്ടി. ഞാൻ വന്നതിന് ശേഷമാണ് പിന്നെ കറി വെച്ചതും പിള്ളേർക്ക് ചോറ് കൊടുത്തതും കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം എന്താ പറയാ, ഇത്തിരി നേരം വൈകി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി എന്താണാവോന്ന് വിചാരിക്കില്ല നിങ്ങൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ. അപ്പൊ ഞാൻ എന്തായാലും കാരണം വന്ന് പറയാന്ന് വിചാരിച്ചു. അപ്പൊ ഇതൊക്കെ കാരണമാണ് ഞാൻ നല്ല ഒരു പുസ്തകം എടുത്തു. കുഞ്ഞോ, നല്ല പുസ്തകമാട്ടോ അത് നമ്മള് വാങ്ങി വെച്ചിരിക്കണത്. കറുത്ത പേജ്. കുഞ്ഞു ഞാൻ എത്രയുടെ പറഞ്ഞ്, ഒരു 10 ബുക്കിന് എത്രയാന്ന് ഞാൻ പറഞ്ഞ്? 100 മൊത്തം 41 ബുക്കല്ലേ മേടിച്ചിക്കണ്. 41 ബുക്കാ മേടിച്ചിരിക്കണെന്ന് തോന്നുന്നുണ്ട്. 8 എണ്ണം ഇഷമോൾക്ക് ചെറുത് മേടിച്ചിട്ടുണ്ട്. ഇത്രയും വലിപ്പമുള്ള 50 രൂപയുടെ ബുക്ക് ക്ലാസിക്കിന്റെ ബുക്ക് എല്ലാം കൂടിയിട്ട് 1000 രൂപ ആയിട്ടുള്ളൂ കേട്ടാ. എന്താ പറയാ, വലിയ ബുക്ക് 20 എണ്ണം മേടിച്ചു. അങ്ങനത്തെ ബുക്ക് ഉണ്ടല്ലോ, ഇത് 20 എണ്ണം മേടിച്ചു.
പിന്നെ ഇതേപോലത്തെ തന്നെ വേറെ ഇട്ടത് 20 മേടിച്ചു, വേറെ ഇടാത്തത് 10 മേടിച്ചു. പിന്നെ ഇഷമോൾക്ക് വേറെ ഇതിന്റെ ചെറിയൊരു ബുക്ക് ഉണ്ടല്ലോ, അത് എന്താ പറയാ 8 മേടിച്ചു. അങ്ങനെ 10-41 ബുക്ക് മേടിച്ചിട്ട് നമുക്ക് 1000 രൂപ ആയിട്ടുള്ളൂ. ഇവിടുന്ന് നമ്മൾ ഇത്രയും ബുക്ക് മേടിക്കുകയാണെങ്കിൽ എന്തായാലും 2000 രൂപയുടെ അടുത്ത് എന്തായാലും ആവും ഇതുപോലത്തെ ബുക്ക് കിട്ടണമെങ്കിൽ. ഈ കുഞ്ഞുനാണെങ്കിൽ ഇത്ര പോകുന്ന ബുക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അവൻ ഇരുന്നിരുന്നത്. അപ്പൊ ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് ഞാൻ. അങ്ങനെ പോയപ്പോ നമുക്ക് കിട്ടി, കുഴപ്പമൊന്നുമില്ല, ഇത്തിരി ലാഭത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും കുറച്ച് ലാഭത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സംഭവം എല്ലാതും ഉണ്ട് കേട്ടോ അവിടെ. കുന്നംകുളം അങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞുതരാനൊന്നും എനിക്ക് അറിയില്ല, നമ്മളും ആദ്യമായിട്ടാ പോണത്. അപ്പോ അങ്ങനെ പോയി വാങ്ങിച്ചിട്ട് വന്നു എന്നാണ് പറയണത്. ഇനി ബാക്കിയുള്ള പർച്ചേസിനൊക്കെ പിന്നാലെ വരുന്നുണ്ട്. എന്തായാലും നിങ്ങളെ വീഡിയോ എടുക്കും. ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഇന്ന് ബസ്സിലൊക്കെ അല്ലേ പോണത്. അപ്പൊ ഞാൻ എടുത്തില്ല. അതാണ് ഞാൻ ചെറിയ ബുക്ക് പറഞ്ഞില്ലേ, അത് 16 രൂപയായിട്ട് അതിനൊക്കെ വരുന്നുള്ളൂ. 16 രൂപ വരുന്നുള്ളൂ ഇതിന്. ഈ ബുക്കിന് നല്ല ബുക്കാട്ടാ. നമ്മള് സാധാരണ ഇവിടുന്ന് നമ്മൾ ഇതിന് കൊടുക്കണ്ട എന്തായാലും 30 രൂപ കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള്. അപ്പൊ അതൊക്കെ ഒന്ന് പറയാന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ്. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാട്ടോ. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.